മൂന്നുപേരും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ജഡ്ജി ചിലപ്പോൾ ബഹളം വെച്ചാലോ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുക. ഞാൻ എങ്ങനെയും പോയി കാര്യങ്ങൾ ധരിപ്പിച്ച് നിങ്ങളെ വിളിക്കാം. അതിനിടയിൽ പോലീസ് എങ്ങാനും വന്നാൽ മാറി നിൽക്കണം. സംഗതി ആകെ പ്രശ്നമാണ്. നമുക്ക് വേഗം രക്ഷപ്പെടാം. ജഡ്ജി ആരോ കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നു. പറയൂ, എന്തിനു വേണ്ടി നീ അത് ചെയ്തേ? എന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. അച്ഛന്റെ മരണം ശരിക്കും പറഞ്ഞ കുടുംബത്തെ മൊത്തം തളർത്തി കളഞ്ഞു. എങ്കിലും ഞങ്ങൾ പിടിച്ചു നിന്നു. പക്ഷെ വിധി ഞങ്ങളെ നിഴല് പോലെ തന്നെ പിന്തുടർന്നു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സമയത്തായിരുന്നു ഒരു ടൈഫോയിഡ് വന്ന് എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തത്. മരിക്കുമെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത്. ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല, ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ എൻ്റെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നീട് പല ചികിത്സകളും നടത്തിയെങ്കിലും ഒരു അന്ധനായി ജീവിക്കാനായിരുന്നു എൻ്റെ വിധി. സാമ്പത്തികമായി ഞങ്ങൾ ഒരുപാട് തകർന്ന സമയം. പാടാൻ കഴിവുണ്ടായിരുന്ന എന്നെ സംഗീതം പഠിപ്പിച്ചിരുന്ന മാസ്റ്റർ തന്നെ ഒരു ഗാനമേള ട്രൂപ്പിൽ ചേർത്തു. അതോടുകൂടി ഞാൻ പല സ്ഥലങ്ങളിലും അവർക്കൊപ്പം പാടാൻ പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്വാതന്ത്ര്യദിനത്തിന് വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞ് ശിവൻകുട്ടി എന്നൊരാൾ കാത്തുനിൽപ്പുണ്ടെന്ന് വാർഡൻ പറഞ്ഞത്. 5 മിനിറ്റ് അനുവദിച്ചിട്ടുള്ളൂ. ഞാൻ ശിവൻകുട്ടി ചെയ്യാത്ത തെറ്റിന് വിശ്വസിച്ചവർ തന്നെ ചതിച്ചുകൊണ്ട് ഒരിക്കൽ തന്നെ ശിക്ഷ അനുഭവിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നെ തൂക്കിലേറ്റും. മരണത്തിന് കീഴടങ്ങും മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മരണശേഷം എന്റെ കണ്ണുകൾ ഞാൻ നിനക്ക് തരട്ടെ. എനിക്കെന്താ പറയണ്ടേന്നറിയില്ല. കാരണം നിങ്ങളുടെ ജീവനേക്കാൾ വലുതൊന്നല്ല എൻ്റെ കാഴ്ച. പക്ഷേ അറിയാം, ഒരു കാലത്ത് ലോകം മുഴുവൻ നോക്കി കാണുകയും പിന്നൊരു സുപ്രഭാതത്തിൽ കാഴ്ച നഷ്ടപ്പെടുമ്പോഴും ഉണ്ടാകുന്ന വേദന അതെനിക്ക് മനസ്സിലാവും. ഞാനൊരു ഉപകാരം ചെയ്യുന്നതിന് പകരം രാജീവ് എനിക്കെന്ത് തരും? ഒരു കൊച്ചു പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് ബുദ്ധിപൂർവ്വം ആ കൊലക്കുറ്റം തന്റെ പേരിലാക്കി തനിക്ക് വധശിക്ഷയും വാങ്ങിത്തന്ന 3 മാന്യന്മാരുടെ ജീവനായിരുന്നു അന്ന് ശിവൻകുട്ടി എന്നോട് പ്രതിഫലമായി ആവശ്യപ്പെട്ടത്. വീണ്ടും ലോകം കാണാനുള്ള ആർത്തി കൊണ്ടൊന്നല്ല ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തത്. നിസ്സഹായനായ ശിവൻകുട്ടിക്ക് വേണ്ടി, അയാളുടെ തകർന്നുപോയ കുടുംബത്തിന് വേണ്ടി ഞാനത് ഏറ്റെടുത്തു. അതുമാത്രമായിരുന്നു ചിറ്റേത്ത് തറവാട്ടിലെ സത്യസന്ധനായ പോലീസ് ഓഫീസർ ഈശ്വര വാര്യരുടെ മകൻ രാജീവ് വാര്യരുടെ ഉദ്ദേശം. അന്ന് രാത്രിയിൽ ആരും അറിയാതെ പോയ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ട കൃഷ്ണകുമാറും രാഘവനനും ഇപ്പോൾ നീ തേടി നടക്കുന്ന ആർക്കെയും ചേർന്ന് ഒരു കൊച്ചു പെൺകുട്ടിയോട് നടത്തിയ ക്രൂരത കണ്ട് സഹിക്കാൻ കഴിയാതെ ശിവൻകുട്ടി വിളിച്ചു പറഞ്ഞത് ഈശ്വര വാര്യർ എന്ന പോലീസ് ഓഫീസറോടായിരുന്നു. അദ്ദേഹം ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഈശ്വര വാര്യര്, അതായത് നിന്റെ അച്ഛൻ ഇല്ലാതാക്കുകയും ആ കൊലപാതകം പോലീസ് രേഖകളിലും മാധ്യമങ്ങളിലും ഒരു സാധാരണ ആക്സിഡന്റ് ആക്കി വരുത്തി തീർക്കുകയും പിന്നീട് തങ്ങളെ ഒറ്റുകൊടുത്ത ശിവൻകുട്ടിയെ തന്നെ ആ കേസിൽ പ്രതിയാക്കി രക്ഷപ്പെടുകയും ചെയ്ത 3 ബുദ്ധിരാക്ഷസന്മാരുടെ ഞെട്ടിപ്പിക്കുന്ന കഥ. ഇതെല്ലാം ശിവൻകുട്ടി സ്വന്തം ഭാര്യയോട് മാത്രമല്ല നിന്നോടും പറഞ്ഞിരുന്നു. അതല്ലേ അതിന്റെ ശരി? ശരിയാണ് സാർ, അറിഞ്ഞതെല്ലാം ശരിയാണ്. എന്റെ അച്ഛനെ കൊലപ്പെടുത്താൻ കൂട്ടുന്ന 2 പേരെ ഞാൻ കൊന്നു. പക്ഷെ ആർക്കെ? അവനാണ് യഥാർത്ഥ കൊലയാളി. കൊല്ലും ഞാൻ അവനെ. സാറിനെ തടയരുത്. Welcome, Mr. Ravanan, a man with extraordinary power. I know. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ ഏത് കൊലകൊമ്പന്റെ വീട്ടിലും ചങ്കുറപ്പോടെ കയറി വരാൻ ധൈര്യമുള്ള വർഗീസ് എന്ന നസ്രാണി പയ്യനെ കുറിച്ച്
നേരത്തെ തന്നെ കേട്ടിരുന്നു. ഏത് ഭൂമി മലയാളത്തിൽ ഒളിച്ചു പോയാലും എന്നെയും തേടി വർഗീസ് വരുമെന്ന് തഞ്ചാവൂർ ചെന്നപ്പോ ശാസ്ത്രികൾ പറഞ്ഞു. തന്റെ ഈ വരവിന്റെ ഉദ്ദേശം തന്നെക്കാളും നന്നായി എനിക്കറിയാം. അതാണ് ഈ ആർക്കയുടെ 6th സെൻസ്. ഹേ രാവണ, നിന്റെ 10 തലയേക്കാളും ഇരട്ടി കൈകളാണ് ഈ ഒരു ആയുസ് കൊണ്ട് ഞാൻ നേടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നതാണ് നിനക്ക് നല്ലത്. അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് നടന്നു കയറരുത്. അറിയാം, നല്ലതുപോലെ അറിയാം. ഒരു കാലത്ത് ഡിപ്പാർട്ട്മെന്റ് DGP വരെ വിറപ്പിച്ചിരുന്ന DYSP. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ തെളിവുകളില്ലാത്ത കുറ്റത്തിന് എന്ത് ശിക്ഷയാണ് മിസ്റ്റർ വർഗീസ് ആന്റണി? തെളിവുകൾ ഉണ്ടാർക്കെ വിത്ത് സോളിഡ് പ്രൂഫ്. രാജീവ് എവിടെ? നാക്കർ, നീചക്രൂര ശത്രുസംഹാര യോദ്ധാവായ ഇടപ്പള്ളിപ്പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസേ, നീയും വർഗീസ്, ഞാനും വർഗീസ്. നിനക്ക് വേണ്ടി ഈ കൊട്ടേഷൻ ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കാം.
എന്ന വാക്കിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന അർത്ഥം കൂടി നീ അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ ഇനിയുള്ള കാലമെങ്കിലും നിനക്ക് നല്ലൊരു മനുഷ്യനായി ജീവിക്കാനുള്ള പാഠമാവും അത്. നിനക്ക് മുകളിൽ ഒരാളുള്ള കാര്യം നീ അറിഞ്ഞിരിക്കണം. എല്ലാം അറിയാവുന്ന ഒരു വിധികർത്താവ്. ജോലി ഉണ്ടാക്കി സാറേ, അവനെ നമ്മുടെ കുടുംബ വീട്ടിലോട്ട് കൊണ്ടുപോട്ടോ. അതല്ലേ എന്റെ ശരി. കൊണ്ടുപോ സാറേ. ഞാൻ താമസിച്ചില്ലല്ലേ. നേരത്തെ ഏറി വന്നോട്ടോ. വല്ല ഇടിയും മാറിക്കൊണ്ട് മണ്ട കലയിൽ പോലും ഒന്ന് പ്യാടിച്ചിട്ടാണ് മനഃപൂർവ്വം താമസിച്ചത്. എന്നില്ല സാറേ, സാറിന്റെ രാവണ എഫക്റ്റിനെ കുറിച്ച് ആളുകൾ ഓരോന്ന് പറയുന്നത് ശരി തന്നെ. അതിസുന്ദരനൊന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. വേണ്ട സുന്ദര, അത് ഇത്തിരി റിസ്ക്. ഒരു നല്ല കാര്യത്തിന് ഇള്ളുള്ള റിസ്ക് എടുക്കണം. നല്ല ഇല്ലേ സാറേ? എന്നെ കാണുമ്പോ സുന്ദരന് ഇപ്പൊ എന്തിനു തോന്നണ്? എന്തൊരു തോന്നാ എന്നെ പോലെ കാക്കിയിട്ട് ഒരു പോലീസുകാരൻ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? തങ്കി സാക്ഷാ രാവണൻ തന്നെ. അതാണ് പറഞ്ഞ, കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടുമ്പോൾ കാണേണ്ടത് കാണേണ്ട സമയത്ത് കാണും. അതല്ലേ സുന്ദര അതിന്റെ ഒരു ശരി. എന്റെ വേളാങ്കണ്ണി അമ്മച്ചി, അതാണ് ശരി. അതാണ്